ഇദ്ദേഹം പറഞ്ഞ പോലെ ഈ KSTP അല്ല ഇദ്ദേഹം ഈ പഞ്ചായത്തിലെയോ ഈ പഞ്ചായത്തിലെ 2002 ഈ പഞ്ചായത്ത് 2025 പണിതത് അല്ല ഈ പഞ്ചായത്ത് പണിയുമ്പോൾ ഈ പഞ്ചായത്ത് മനസ്സിലാക്കും ഈ ഭൂമിയെ 2002 എസ്റ്റിമേറ്റ് എടുത്ത റോഡാണിത്. 2002 എസ്റ്റിമേറ്റ് എടുത്ത KSTP റോഡ് നിങ്ങൾക്കെല്ലാം കാണാം. ഇപ്പോഴും മാധ്യമങ്ങളിൽ വാർത്തയുണ്ട്. നിങ്ങൾക്ക് വാർത്തയിൽ കാണാം. ഈ കോന്നി മുതൽ പ്ലാച്ചേരി വരെയുള്ള റോഡിൽ അഴിമതി നടന്നിട്ടുണ്ട്. കോന്നി മുതൽ പ്ലാച്ചേരി വരെയുള്ള റോഡിൽ അഴിമതി നടന്നിട്ടുണ്ട്. ആ റോഡിന്റെ അലൈൻമെന്റ് വീണ്ടും പുതുക്കിപ്പണിയാണെന്ന് പറയുന്നു. അപ്പോൾ ഈ കോന്നി MLA എങ്ങനെയാണ് ചോദിക്കുമായിരുന്നു? അത് ചോദിക്കാം. മെഡിക്കൽ കോളേജ് മാത്രം ചോദിക്കാം. അതായത് കോന്നി മുതൽ പ്ലാച്ചേരി വരെയുള്ള ഭാഗങ്ങളിൽ റോഡിൽ അഴിമതി നടന്നിട്ടുണ്ട്. ആ റോഡിന്റെ അങ്ങനെ അഴിമതി റോഡിന്റെ നടക്കാത്ത കാര്യം നടന്നപ്പോൾ അസൂയ നടക്കാത്ത കാര്യം അവർക്കിതൊന്നും ചെയ്യാനുള്ള അവർ ഉപേക്ഷിച്ചു പോയ കാര്യം 23.5 വർഷം ഇവിടെ MLA ആയിരുന്ന ആളിന് മന്ത്രിയായിരുന്ന ആളിന് സാധിക്കാഞ്ഞത് സഖാവ് ജനീഷ് കുമാറിന് 6.5 വർഷമായി സാധിച്ചു എന്നതുകൊണ്ട് ഇവർക്ക് വലിയ അസൂയാണ്. നിങ്ങൾക്കറിയാമോ ഒരു സർക്കാർ വിജിലൻസ് ഇവിടുത്തെ ഈ റോഡിന്റെ അഴിമതി കണ്ടെത്തുകയും പത്രധാര ഒക്കെ അതിന്റെ വാർത്ത ഉണ്ടായിരുന്നു. മനഃപൂർവ്വമായി കോൺഗ്രസ് പാർട്ടി ഒരു ആരോപണം ഇതിനെതിരെ ഉന്നയിക്കുന്നതല്ല. ഈ KSTP കോന്നിക്കൂടെ കടന്നു പോകുന്ന റോഡിന് ഇരുവശവും പിന്നെ 1.5 മീറ്റർ കൂടി വീതി ഉണ്ടായിരുന്നത് ചില ആളുകളുടെ ഭരണക്കാരുടെ സമ്മർദ്ദം കൊണ്ടാണ് ഈ കോന്നി ഏരിയ മാത്രം. അതുകൊണ്ട് ഇവിടെ ഈ ഒരു ടാക്സി പാർക്ക് ചെയ്ത് സൈഡിൽ വണ്ടികൾ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഇത് പെരുമ്പാവൂർ ടൗൺ പോലെ വളരെയധികം ഇടുങ്ങിയ പിന്നെ വാഹന തടസ്സമാണ് ഉണ്ടാകുന്നത്. അവിടെ ഈ വിജിലൻസ് തന്നെ കണ്ടെത്തുകയും ഈ റോഡ് വീണ്ടും ക്രമീകരിച്ച് പുനർനിർമ്മിക്കണമെന്ന് ആവശ്യപ്പെടുകയും സർക്കാരിനോട് ആവശ്യം ചെയ്തിട്ടുള്ളതാണ്. ഇത് പ്രത്യേകമായ കോൺഗ്രസ് പാർട്ടിയുടെ ആരോപണമല്ല. ഈ രാജ്യത്തെ പിന്നെ വിജിലൻസ് പിന്നെ PWD വിജിലൻസ് കണ്ടെത്തിയിട്ടുള്ള കാര്യമാണ്. അത് മാത്രമല്ല നമ്മളിപ്പോ ഈ അടൂർ പ്രകാശിൽ തട്ടി മാത്രം നിൽക്കണ്ട. ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന സതീഷ് കൊച്ചുപറമ്പ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി പത്തനംതിട്ട പിന്നെ DCCയുടെ അധ്യക്ഷനാണ്. അദ്ദേഹം കഴിഞ്ഞ 40 വർഷമായി നിരണം പഞ്ചായത്ത് പ്രസിഡന്റ്, നിരണം ബ്ലോക്ക് പ്രസിഡന്റ്, കഴിഞ്ഞ 4ഓളം വർഷമായി പത്തനംതിട്ട DCC പ്രസിഡന്റ്. അതുപോലെ അദ്ദേഹം പിന്നെ 30 വർഷക്കാലം പല വിവിധ കോളേജുകളിൽ പ്രൊഫസർ, അതുപോലെ രാഷ്ട്രീയ രംഗത്ത് വളരെ ദീർഘകാല പരിചയമുള്ള ആളാണ്. അദ്ദേഹം ഒരു പുതിയ മുഖമൊന്നുമല്ല കേരളത്തിൽ, പിന്നെ കോന്നിയിൽ അല്ലെങ്കിൽ പത്തനംതിട്ടയിൽ. ജനീഷ് അത് തന്നെ അല്ല ജനീഷ് കുമാർ എങ്ങനെ പഞ്ചായത്ത് മെമ്പറാവും? 21 വയസ്സാകാതെ ഒരാൾക്ക് എങ്ങനെ പഞ്ചായത്ത് മെമ്പറാണെങ്കിൽ 21 വയസ്സാകാത്തവർക്ക് എങ്ങനെ വിജിലൻസ് അന്വേഷണം നടന്ന് ആർക്കെതിരെയാണെന്ന് ഇതിന് ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രവർത്തകർ പറയണം. ബഹുമാനായ MLA ജനീഷ് കുമാറെ ആക്ഷേപിക്കുന്നില്ല. അദ്ദേഹം ചെയ്തതിനെ താത്ത് കാണിക്കുന്നില്ല. ജനീഷ് ചെയ്ത് താത്ത് കാണിക്കുന്നില്ല. ഏതായാലും വികസനം മാത്രമല്ല ഇവിടെ വിഷയം. നമുക്ക് മറ്റു വിഷയങ്ങളിൽ ശബരിമല 21 അല്ല വയസ്സ് മാറിപ്പോയതാണ്. സാങ്കേതിക പിഴവായിട്ട് കാണാം. സാങ്കേതിക പ്രശ്നം ഈ ബഹുമാനപ്പെട്ട അടൂർ പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇവിടെ പിന്നെ MLA ആയിട്ടിരുന്നു, മന്ത്രിയായിട്ടിരുന്നു. അതിനുശേഷം പിന്നെ കേന്ദ്രത്തിൽ പോയി മന്ത്രിയാവാമെന്നുള്ള ധാരണയിൽ അവിടെ പോയി അവിടെ MP ആയിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ മന്ത്രിയില്ല, ഒരു കുന്തവും ഇല്ല. തിരിച്ച് വീണ്ടും കോന്നി നിയോജകമണ്ഡലത്തിൽ മത്സരിക്കണമെന്നും പറഞ്ഞ് കേന്ദ്രമന്ത്രി ആകാൻ ആഗ്രഹിച്ചാണ് അങ്ങോട്ട് പോയത്. അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് പോന്നു. ഇപ്പൊ വീണ്ടും കോന്നിയും വന്ന് മത്സരിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടപ്പോൾ MPമാരും മത്സരിക്കണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാണ് ഇപ്പൊ കൊണ്ടുവന്ന് പുതിയൊരു പിന്നെ കാൻഡിഡേറ്റിനെ അവർ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിരിക്കുന്നത്. അതൊരു ശരിയല്ലേ? അതല്ലേ, അതായത് ഒരു ഘട്ടത്തിൽ കോന്നിയെ ഉപേക്ഷിച്ച് MP ആകാൻ പോയ ആള് വീണ്ടും കോന്നി ആഗ്രഹിക്കുമല്ല. പാർട്ടി തീരുമാനമാണ്. ഇപ്പൊ ഞാൻ ഉൾപ്പെടെ ഞാനൊരു പഞ്ചായത്ത് മെമ്പറാണ്. പാർട്ടി തീരുമാനം പറഞ്ഞാൽ ആ പാർട്ടി തീരുമാനം അനുസരിച്ച് പ്രവർത്തിക്കും. ജനങ്ങൾ അതിന് വില കൊടുക്കേണ്ടതുണ്ട്. ജനങ്ങൾ ജയിച്ചു എന്നാൽ മന്ത്രിയാവും. സമ്പത്തിനെയാണ് തോപ്പിച്ചത്. സമ്പത്തിനെയാണ് MP തോപ്പിച്ചത്. കോന്നി നഷ്ടപ്പെട്ടു. പക്ഷേ അദ്ദേഹം സിറ്റിംഗ് MP ആണ്. അല്ല, കോന്നി നഷ്ടപ്പെട്ടു. അത് നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ ഈ ടൈം ഞങ്ങൾ എടുക്കും. ഞങ്ങൾ നഷ്ടപ്പെട്ടു. അടൂർ പ്രകാശ് ഇല്ലാത്ത 2 തെരഞ്ഞെടുപ്പുകളിലും ഇവിടെ പരാജയമാണ് ഉണ്ടായത്. ഈ ടൈമിലായാലും പ്രകാശ് സാർ ഇല്ല എന്നൊരു കുറവ് ഞങ്ങൾക്ക് ഉണ്ട്. ഇപ്പൊ അദ്ദേഹം ആശുപത്രിയിലാണ്. പക്ഷേ എങ്കിൽ
നിലവിലുള്ള ഇവർ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടുത്തെ സ്ഥാനാർത്ഥി തന്നെ ബഹുമാനപ്പെട്ട ജനീഷ് കുമാർ സാർ തന്നെ പറഞ്ഞു ഒരു മത്സരമില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു ബിജെപിയുടെ അനുയായികളും ബിജെപിയുടെ അണികളും ഞങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അതൊരു സെറ്റിംഗ്, അത് അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കണ്ട. അത് അങ്ങനെ സംസാരം പറഞ്ഞു. അത് ഭയമുള്ളതുകൊണ്ടാണോ? മത്സരമില്ല എന്ന് പറഞ്ഞെടുത്തുന്ന ഒരു മത്സരമായോ? അതിനുശേഷം ഇനി ഒരു 7 ദിവസങ്ങളുണ്ട്. ഞങ്ങളൊരു 3000 വോട്ട് ഞങ്ങൾ അങ്ങ് ചെയ്യും. ബിജെപി എവിടെയാണ്? ശരിക്കും ബിജെപി എവിടെയാണ്? ബിജെപി ഇവിടെ എന്താണ് അവരുടെ ഒരു റോൾ? ഇവിടെ ബിജെപിയുടെ വോട്ടിന്റെ കഴിഞ്ഞ കാലത്തെ 5 തെരഞ്ഞെടുപ്പിന്റെ ചിത്രം പരിശോധിച്ചാൽ മതി. അവരുടെ A ക്ലാസ് മണ്ഡലമായിരുന്നു. A ക്ലാസ് മണ്ഡലം എന്ന് പറഞ്ഞാൽ A ക്ലാസ് മണ്ഡലമാകുന്നതിന് മുമ്പ് അടൂർ പ്രകാശ് ഇവിടെ മത്സരിക്കുമ്പോൾ 17,000 കൂടുതൽ വോട്ട് ബിജെപി നേടിയിട്ടില്ല. അടൂർ പ്രകാശ് പോയതിനു ശേഷമാണ് ഇവിടെ A ക്ലാസ് മണ്ഡലമായത് 40,000 വോട്ടിനോളം കെ സുരേന്ദ്രൻ പിടിക്കുകയും ചെയ്തു. അപ്പൊ അതുവരെ ആ ബിജെപി വോട്ടുകൾ പോയിരുന്നത് ആർക്കായിരുന്നു? പ്രശ്നം 30,000 ഏറ്റവും അടുത്ത 30,000 വോട്ട് വരെ കെ സുരേന്ദ്രൻ പിടിച്ച ഒരു മണ്ഡലത്തിൽ ഈ 30,000-ൽ പരം വോട്ടുകൾ ആർക്ക് പോകുമെന്നൊരു ചോദ്യമുണ്ട്. CPM പ്രതീക്ഷിക്കുന്നുണ്ടോ ബിജെപി വോട്ടുകൾ? ബിജെപി വോട്ടുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അതൊരു ഡീലായി കഴിഞ്ഞു. ഇല്ല, UDF-മായി ഡീലായി കഴിഞ്ഞു. ഞാനതാ പറഞ്ഞത്. പഴയ കാലത്ത് ഡീലുണ്ടായിരുന്നു. അത് 2 തെരഞ്ഞെടുപ്പിൽ അടൂർ പ്രകാശ് ഇല്ലാത്ത തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് LDF-ന് ജയിക്കാൻ കഴിഞ്ഞു. ബിജെപിയുടെ വോട്ട് പിടിച്ചാൽ LDF ജയിക്കും. അതെ, LDF ജയിക്കും. അല്ല, മറിച്ചാൽ ബിജെപി മറിച്ചാൽ LDF പോകുന്നതാണ് സ്ഥാനാർത്ഥി പറഞ്ഞത്. ബിജെപിയുടെ അണികളും എനിക്ക് വോട്ട് ചെയ്യുമെന്ന് LDF സ്ഥാനാർത്ഥി പറഞ്ഞത് ആ ഡീൽ ഉള്ളതുകൊണ്ടാണോ നമ്മുടെ ബഹുമാനപ്പെട്ട ഏരിയ സെക്രട്ടറിയോട് നിങ്ങൾ ചോദിക്കണം. അതായത് അദ്ദേഹം പറഞ്ഞ അനുസരിച്ച് അങ്ങനെ ഒരു ഡീൽ ഉണ്ടെങ്കിൽ ഈ ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥി, അതായത് നമ്മുടെ MLA പറഞ്ഞിട്ടുണ്ട് ബിജെപിയുടെ അണികളും ബിജെപിയുടെ അനുഭാവികളും പ്രവർത്തകരെന്ന് അദ്ദേഹം പറഞ്ഞില്ല, അണികളും അനുഭാവികളും CPM-ന് വോട്ട് ചെയ്യും എന്ന് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ആ പ്രസ്താവന സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഏരിയ സെക്രട്ടറി ഇങ്ങനെ കണക്കുണ്ടോ? അടൂർ പ്രകാശ് മത്സരിക്കും, ബിജെപിക്ക് വോട്ടില്ല, അടൂർ പ്രകാശ് ഇല്ലാത്ത മാക്സിമം വോട്ടാണ്. അതായത് ബിജെപിക്ക് കേരളത്തിൽ വോട്ട് വർധന ഉണ്ടാകുന്നത് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട ശേഷമാണ്. ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിച്ച പിണറായി ഗവൺമെന്റ് പ്രവേശിപ്പിച്ച ശേഷം കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിനുണ്ടായ വികാരത്തിന്റെ ഭാഗമായിട്ടാണ് ബിജെപി കേരളത്തിൽ വളരുന്നത്. ബിജെപി വളർത്തുക എന്നത് പിണറായി വിജയന്റെ ഡീലിന്റെ ഭാഗമാണ്. പിണറായി വിജയൻ കേന്ദ്ര ബിജെപിയുമായി നേതൃത്വമായി ഉണ്ടാക്കിയ ഡീലിന്റെ ഭാഗത്തിൽ ബിജെപി വോട്ട് എങ്ങോട്ട് പോകും? അങ്ങനെയാണെങ്കിൽ ബിജെപി വോട്ട് ബിജെപിക്ക് പോകാമായിരിക്കും. അങ്ങനെ വർക്കൗട്ട് നടക്കുന്നുണ്ടോ? അതറിയില്ല. അത് ബിജെപി വോട്ട് കിട്ടുമെന്ന് പറഞ്ഞ ഞങ്ങളല്ല പറഞ്ഞത്, ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണ് പറഞ്ഞത്. KU ജനീഷ് കുമാറാണ് പറഞ്ഞത് ബിജെപി വോട്ട് ബിജെപിക്ക് അവർക്കാണ് കിട്ടുന്നത്. ഞങ്ങളല്ല പറഞ്ഞത്. ബിജെപി ഡീലുണ്ടെന്നും ബിജെപിയുടെ അനുഭാവികൾ വോട്ട് ചെയ്യുമെന്നും പറഞ്ഞത് KU ജനീഷ് കുമാറാണ് പറഞ്ഞത്. കോൺഗ്രസിൽ പറഞ്ഞത് ബിജെപിയുടെ മാക്സിമം വോട്ടായി 32,000 വോട്ട് മാക്സിമം പിടിച്ചത് ശബരിമല വിഷയം അങ്ങേ അറ്റം കത്തിക്കുന്ന സമയത്താണ്. അതിനുമേൽ ബിജെപിക്ക് വോട്ട് കോന്നിയിലില്ല. മാക്സിമം 32,000 കിട്ടിയിട്ടുണ്ട്. ബിജെപിയുടെ പ്രതിനിധികൾ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യം, BDJ സാഹിബ് അവരും തള്ളി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.